24 എക്സ്ക്ലൂസീവ്. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലെന്ന് മുതിർന്ന നേതാവ് KN ഖാദർ 24നോട് പറഞ്ഞു. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ മന്ത്രിസ്ഥാനവും ലീഗ് ആവശ്യപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. UDFനെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നും ഈ ഘട്ടത്തിൽ ലീഗ് ചെയ്യില്ലെന്നും KN ഖാദർ 24നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഏറ്റവും ഒടുവിൽ UDF അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ 5 മന്ത്രിസ്ഥാനങ്ങൾ UDFന് ലഭിച്ചിരുന്നു. ഇത്തവണയും ആ 5 എന്നുള്ളതിൽ തന്നെ UDF നിലയുറപ്പിക്കാനാണോ സാധ്യത, അതോ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? മുസ്ലിം ലീഗ് അത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഘാതമായിട്ട് UDFന്റെ സുഗമമായ ഒഴുക്കിന് വിഘാതമാകുന്ന ഒരു തരത്തിലുള്ള സമീപനം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഈ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമില്ല. മുസ്ലിം ലീഗിന് 3-4 സീറ്റുകൾ കൂടുക കുറയുക ഇതൊക്കെ പതിവാണ്. അപ്പോൾ കുറഞ്ഞ സമയത്തും മന്ത്രിമാരുടെ എണ്ണം കുറച്ചിട്ടില്ലല്ലോ, അതൊരു പ്രശ്നമില്ലേ? ഇപ്പോൾ 17 സീറ്റായിരുന്ന കാലം അതിലും കുറഞ്ഞ് 10ലും താഴെ പോയ കാലത്തും ഒക്കെ ഭരണം ഉണ്ടാവെങ്കിൽ അതൊരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഇത്ര മന്ത്രിമാരെ കിട്ടണം, ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടണം, അത് വേണം ഇത് വേണം എന്നൊക്കെ ഒരു വാശി പിടിച്ചിട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെപ്പോലുള്ളൊരു പെരുമാറ്റം വളരെ പരിപക്വമായ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അത് കൂടി ആലോചിച്ചിട്ട് UDF എന്ത് തീരുമാനിക്കുന്നു അത് ഞങ്ങൾക്ക് സമ്മതമാണ്. ഓക്കെ, അപ്പോൾ അതാണ് KN ഖാദർ പറയുന്നത്. മുസ്ലിം ലീഗിന് സീറ്റ് കൂടിയാലും കൂടുതൽ മന്ത്രിസ്ഥാനവും ഉപമുഖ്യ മന്ത്രിസ്ഥാനമൊന്നും വേണ്ട, പക്ഷേ അങ്ങനെ സന്തോഷത്തോടെ തന്നാൽ സ്വീകരിക്കുമോ എന്നുള്ള കാര്യം അത് അദ്ദേഹം പറഞ്ഞ ആ പക്വതയോടുകൂടിയുള്ള ഒരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പലപ്പോഴും ഇത്തരം നേതാക്കളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഏതെങ്കിലും ഒരു വിവാദ പ്രസ്താവന നടത്തുന്നു, പക്വതയില്ലായ്മ കാണിക്കുന്നു, അത് പിന്നെ പുലിവാല് പിടിച്ചതുപോലെയാകുന്നു. ഏതായാലും KN ഖാദറിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.